ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് റമദാൻ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു സുഹൂറിന്. പിന്നെ തലേ ദിവസമുള്ള ചോറാണ് ഞാൻ ചൂടാക്കി കഴിച്ചത്. അതിനോടൊപ്പം കുറച്ച് തൈരും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയായിരുന്നു സുഹൂറിന് കഴിച്ചത്. കൂടെ ഒരു കപ്പ് കോഫിയും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, ബാങ്ക് കൊടുത്തു. അപ്പോൾ ഇനി നമസ്കരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ്. അങ്ങനെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായി ഗായ്സ്. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് ചെന്നു. അങ്ങനെ അടുക്കളയിൽ ചെല്ലുന്നപ്പോഴാണ് ഞാൻ 2 പഴം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ 2 പഴം എടുത്തു. അതിനുശേഷം ഞാൻ പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ കിസ്മിസ് ഇട്ടു. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതങ്ങ് നമുക്ക് മാറ്റി വെച്ചേക്കാം. അടുത്തത് പഴം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തു. കുറച്ച് വാനില എസൻസ് ഓപ്ഷണലാണ്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചെറു തീയിലിട്ട് ഒന്ന് 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വളരെ തീ കുറച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നോമ്പ് തുറന്നിട്ടില്ല, എന്തായാലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. കുഴപ്പമില്ല ഗായ്സ്, സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെയല്ല. പിന്നെ ഞാൻ ഇഫ്താറിനുള്ള കിറ്റ് ഞാൻ തക്കാരത്തിൽ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. 190 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സൊമാറ്റോ വഴി ഓർഡർ ചെയ്തതാണിത്. സംഭവം കൊള്ളാം. ഒരു ഹാഫ് ബിരിയാണി കിട്ടും, അതുപോലെ തന്നെ തരിക്കഞ്ഞ്, പിന്നെ ചിക്കൻ കറി, പൊറോട്ട, ജ്യൂസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രൈസിന് ഇത് വേർത്താണ്. അപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയമായി വരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. അൽഹംദുലില്ലാ, അങ്ങനെ നോമ്പൊക്കെ തുറന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.